ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ മത്സരാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നതായി പരാതി. ഒരുപാട് കുട്ടികൾക്ക് നീതി നിഷേധം നടക്കുകയാണ്. ഇപ്പം കളരിപ്പയറ്റ് സ്പോർട്സ് ആക്കി വരും, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പം ജില്ലാതലത്തിൽ നിന്നാണ് മത്സരിച്ച് നാഷണൽ തലത്തിലേക്ക് വരെ പോകുന്നത്. ഇപ്പം ഇവിടെ പഠിക്കുന്ന, ഇപ്പം ഞങ്ങളുടെ കീഴിൽ പഠിക്കുന്ന കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും അവരുടെ അവസരം ഇല്ലാതാക്കിക്കൊണ്ട് ഈ ബാബുരാജ് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലുള്ളതാണ്. അദ്ദേഹം ഇത്രയും നാൾ കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴ ജില്ലയുടെ. ഇപ്പോൾ അദ്ദേഹം സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് കളരിപ്പയറ്റിൽ. സത്യത്തിൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് ബാക്കിയുള്ള കളരിക്കാർക്ക് അവസരം കൊടുക്കുന്നതും ചെയ്യുന്നതും. അവർക്ക് അവസരം കൊടുക്കുന്നതോ അല്ലെ അവരുടെ കുട്ടികൾ മത്സരിക്കുന്നതോ അല്ല. നമ്മുടെ എല്ലാ കുട്ടികളും മത്സരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ട് ചില ആൾക്കാരെ മാത്രം മാറ്റി നിർത്തണം എന്നുള്ളതാണ്. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ മത്സരാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നതായി പരാതി. സർക്കാർ മാനദണ്ഡം പോലും പാലിക്കാതെ ചില വ്യക്തികളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ പോലും മാറ്റി നിർത്തുകയാണ്. സർക്കാർ മാനദണ്ഡപ്രകാരം എല്ലാ കുട്ടികൾക്കും മത്സരിക്കാനുള്ള അനുമതി കിട്ടണമെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്നിവർക്ക് പരാതി നൽകി. സംഘടനയിൽ അംഗത്വമില്ലെന്ന പേര് പറഞ്ഞാണ് വിവിധ കളരിയിൽ പരിശീലിക്കുന്ന വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുന്നത്. ഏകവീര കളരി ഗുരുക്കൾ ഗിന്നസ് ഹരികൃഷ്ണൻ, പരിശീലകൻ വിഷ്ണുലാൽ, അർജുൻ പണിക്കർ, ആരതി ബൈജു, എസ് ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുകയാണ്, നമ്മുടെ കുട്ടികളെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പം പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറയാൻ നേരത്ത് 30 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അംഗത്വം കൊടുക്കത്തുള്ളൂ, അംഗത്വം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഇതിനെ നീക്കി. 30 വയസ്സായപ്പോൾ അപേക്ഷ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, 35 വയസ്സാകണമെന്ന്. അപ്പം ഇതും വിഷ്ണുലാൽ ഗുരുക്കളെന്ന് പറയും. ഇദ്ദേഹത്തിന് 34 വയസ്സായി. ഇദ്ദേഹത്തിന് വെച്ച് അപേക്ഷ കൊടുത്ത് പറയും 35 വയസ്സ് വേണമെന്ന്. അങ്ങനെ നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് അപേക്ഷ നൽകിയപ്പോൾ ഇതിൻ്റെ ബൈലോ വന്നിട്ടുണ്ട്. ഈ ബൈലോയിൽ ഇതൊന്നും തന്നെ പറയുന്നില്ല. ആ കളരി അറിയാവുന്ന, കളരിയെ പ്രൊമോട്ട് ചെയ്യുന്ന ആർക്കും തന്നെ ഈ അസോസിയേഷനിൽ കടന്നു വരാൻ, മത്സരിക്കാം, അതിനുവേണ്ട എല്ലാ ഇതും ചെയ്യുമെന്നാണ് ആ ബൈലോയിൽ പറയുന്നത്. പക്ഷേ ഈ വ്യക്തി, ഈ നാടിന് ദോഷമായിട്ട് നിൽക്കുന്ന ഈ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ആണ് ഇത്രയും കുട്ടികളുടെ, ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ ആയിരുന്നു അവരുടെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടന്നത്. അവർ ഓരോ പ്രാവശ്യം മത്സരം കഴിഞ്ഞ് പറയുന്നത് നിങ്ങൾ വന്നില്ല, അതുകൊണ്ട് നമ്മൾ മത്സരിപ്പിക്കത്തില്ല, മത്സരിക്കാൻ പങ്കെടുക്കാൻ നമ്മളാരെ എതിർത്തിട്ടില്ല എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഈ നടന്ന ഇതിന് നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടികളെയും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ നമ്മളെ പുറത്താക്കി.